ഇന്ന് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഫസ്റ്റ് ഞാൻ നെസസറി ആയിട്ടുള്ള കാര്യം ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ ബ്രഷ് ചെയ്ത കാര്യം കേട്ടോ പറഞ്ഞേ. പിന്നെ ഇന്ന് രാവിലെ മുതൽ പഴം തീറ്റയാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും ഇതിനകത്ത് ഫുള്ള് പഴം കാണാം. ഇതിൻ്റെ റീസൺ എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാഴക്കൊല വെട്ടി അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ, എൻ്റെ ഫേവറേറ്റ് പഴമാണ്, അതുകൊണ്ട് തന്നെ അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതെന്തായാലും വെറുതെ ഇരിക്കുമല്ലോ. അപ്പോൾ ഓരോന്ന് നേരം വെളുത്തപ്പോൾ അവർ കഴിക്കണതാണ്. പഴം കഴിച്ചതിന് ശേഷം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കുറച്ച് നേരം ഒന്ന് പുസ്തകം തുറന്നു നോക്കിട്ടോ. എന്തായാലും ആനുവൽ എക്സാം വരുമല്ലേ, അപ്പോൾ ആനുവൽ എക്സാമിനുള്ള കുറച്ചൊന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് പുട്ടുണ്ടാക്കി നോക്കണേട്ടെ കാണണേ. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണിയായി ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ. ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കാര്യം, പക്ഷേ എനിക്ക് വേണ്ട, ഇഷ്ടമില്ലാത്ത എന്തോ കറിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ വേണേൽ പുട്ടുണ്ടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അടുക്കളയിൽ കയറുമ്പോൾ നമ്മുടെ മദേഴ്സിന് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, അവരെങ്ങനെയാണോ ആ അടുക്കള വെച്ചേരുന്നത് അതുപോലെ തന്നെ വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനെല്ലാം അങ്ങ് ക്ലീൻ ചെയ്തു. ചിലതൊക്കെ പാളി പോയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ്, പക്ഷേ ഈ പ്രാവശ്യം പുട്ടാരണം എന്താണെന്നറിയില്ല നന്നായിട്ട് വന്നു. കണ്ടോ, ഇതിൻ്റെ കൂടെയും പഴം. അടുത്ത ട്രിപ്പ് വൈകിട്ടായപ്പോൾ വീണ്ടും പഴം. ഇതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ തന്നെ എനിക്കിന്ന് ഒരു പഴം ഡേ ഇൻ മൈ ലൈഫാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 2 കപ്പ് കേക്കും കൂടെ കഴിച്ചു കേട്ടോ. കുറച്ച് നേരം പുറത്തിറങ്ങിയിരുന്നു. അതിനുശേഷം പഠിക്കാനുണ്ടായിരുന്നു. എനിക്കൊരു സ്വഭാവമുണ്ട്, വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ അവധിയുണ്ട്. ബട്ട് ഞാൻ ഹോംവർക്ക് മുതൽ പഠിക്കുന്നത് വരെ ഞായറാഴ്ച വൈകിട്ടായിരിക്കും കേട്ടോ. അതെന്താണെന്നറിയില്ല, ഒരു വൃത്തികെട്ട ഹാബിറ്റാട്ടോ അത്. പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ളായിരുന്നു, അവർ പുറത്തുപോയി. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് കുറച്ച് മിഠായി ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. മിഠായിയുടെ പാക്കറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ഒരാൾ ഓടി വന്നു. പിന്നെ ഞാനൊന്നും മുട്ടുകുത്തി ഇരുന്നപ്പോഴേക്കും അവക്കൊന്ന് എൻ്റെ മടി കയറണം. അതിനു വേണ്ടിയാണ് ഈ ഇങ്ങോട്ട് കയറി വരുന്നത്. ഞാൻ മാക്സിമം മടി കയറ്റി ഇരുത്താണ്ട് നോക്കും, കാരണം നിറച്ച് പൂടയാവും കേട്ടോ, പൂച്ചപ്പൂട. അവൾക്ക് മിഠായി വേണം, കൂടെ എൻ്റെ മടിയിലിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം തള്ളിവിടുവാണ്. ലാസ്റ്റ് അവൾ വഴക്കുണ്ടാക്കി പോയിട്ടോ. എന്നാലും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം ചൊറിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ശരി ഒന്നും ചെയ്യില്ല തിരിച്ച്, അതുകൊണ്ട് കുഴപ്പമില്ല. തന്നെയുള്ളപ്പോൾ നേരം പോക്കിന് ഇവളാട്ടോ കൂട്ട്. കുറച്ച് മിഠായും കൊടുത്തിട്ട് അപ്പം തന്നെ പുറത്തോട്ട് വിട്ടു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൂടെ കിടക്കാനും അവൾ വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ്